ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ കേരള സിലബസ് 9th സ്റ്റാൻഡേർഡ് ആണ്. റിവൈസ്ഡ് സിലബസ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം സിലബസ് മാറിയായിരുന്നു. എല്ലാവരും പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. ഒരു പ്രയാസമില്ല, ഞാൻ നോക്കിയിട്ട് ഒരു പ്രയാസവും ഇല്ല. റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് മുമ്പുള്ള വർഷത്തെ സിലബസ് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുള്ള സിലബസ് തന്നെയാണ്. വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമുക്കത് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ ഉറപ്പല്ല, ഞാൻ നിങ്ങളെ ഈസി ആക്കി തരാമെന്നേ. നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. നേരെ ഇതിലേക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഓൾജിബ്രാക് എക്സ്പ്രഷൻ വെച്ച് കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ആണ്, there are 100 beads black and white in a box, 10 more black than white. How many black and how many white? ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. അതിൽ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വൈറ്റിനെ കാട്ടി ബ്ലാക്ക് 10 കൂടുതലാണ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾജിബ്ര വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വെറുതെ നമുക്ക് ഒന്ന് മെൻ്റൽ മാത്സ് ചെയ്ത് നോക്കാം. ചുമ്മാ ഞാൻ പരീക്ഷയ്ക്കത് ചെയ്താൽ പോലെ കേട്ടോ. മൊത്തം 100 അല്ലേ, മൊത്തം 100. അതിൽ 10 ബ്ലാക്കാണെന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് ബ്ലാക്കും വൈറ്റും കൂടെ ഒരുമിച്ചുള്ളത് എത്ര കാണത്തുള്ളൂ? ബാക്കി എത്ര കാണത്തുള്ളൂ? 90 അല്ലേ കാണത്തുള്ളൂ. മൊത്തം 100. അതിൽ 10 ബ്ലാക്കാണെന്ന് അറിയാവുന്നത് കൊണ്ട് ബാക്കി 90 90 നമ്പേഴ്സ് ബ്ലാക്കും വൈറ്റും ഒരുമിച്ചുണ്ടെന്ന് അറിയാം. നമ്മൾ അതിന് ഹാഫ് ആയിട്ടൊന്ന് എടുത്തേ. എത്ര വരും അപ്പം ബ്ലാക്ക് എത്ര വരും? ബ്ലാക്ക് 45 വരും, വൈറ്റ് 45 ആണോ? ബാക്കി എടുത്ത്. അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് 10 ബ്ലാക്ക് ഉണ്ടെന്ന്. അപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ 10 കൂട്ടിയാൽ 55. അപ്പോൾ ഇതിനകത്ത് എത്ര ബ്ലാക്ക് എത്ര വൈറ്റും കാണും? 55. ബ്ലാക്ക് 55, വൈറ്റ് 45. ഇത് ഇങ്ങനൊന്നും ചെയ്താൽ പോരാ. നമ്മൾ ഇങ്ങനൊന്നും ആലോചിക്കാനൊന്നും നമുക്ക് സമയമൊന്നുമില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾജിബ്രാക് എക്സ്പ്രഷൻ കൊടുത്ത് ഇക്വേഷൻ ഉണ്ടാക്കി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ട്? ബ്ലാക്കും വൈറ്റും ഉണ്ട്. ഇനി 10 more black than white. നമുക്ക് ബ്ലാക്കിന് വേണം. നമ്മൾ എക്സ് വൈ അതൊക്കെയാണല്ലോ സാധാരണ വേരിയബിൾസ് കൊടുക്കുന്നത് അല്ലേ? നമ്മൾ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ എക്സ് വൈ എ ബി അങ്ങനെയൊക്കെ. നമുക്കിപ്പോൾ എപ്പോഴും വൈ വരുന്ന എക്സാണ്. എനിക്ക് എപ്പോഴും വരുന്ന എക്സ് വൈ അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈറ്റിന് വേണം എക്സ് എന്ന് കൊടുക്കാം, ബ്ലാക്കിന് വേണം എക്സ് എന്ന് കൊടുക്കാം. പക്ഷെ കൊടുക്കുന്ന കണ്ടീഷൻ ശരിയായിരിക്കണം. നമുക്കിവിടെ ബ്ലാക്കിന് എക്സ് എന്ന് കൊടുത്താലോ? ഓക്കെ, ലെറ്റ് നമ്മൾ അസ്യൂം ചെയ്യണം, അങ്ങനെ എഴുതണം കേട്ടോ. ലെറ്റ് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. ബ്ലാക്ക് ബീഡ്സ് എത്രയാണ്? എക്സ് എന്ന് കൊടുത്താൽ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എത്രയായിരിക്കും? വൈറ്റ് ബീഡ്സ് എത്രയാ? ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബീഡ്സിനെ കാട്ടി 10 കൂടുതലുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? ബ്ലാക്ക് ബീഡ്സിന് എക്സ് കൊടുത്താൽ വൈറ്റ് ബീഡ്സ് അപ്പൊ എന്തായിരിക്കും? 10 കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്നാ എഴുതാം? ബ്ലാക്ക് ബീഡ്സിനെ കാട്ടിൽ 10 കുറവാണെന്ന്. മനസ്സിലായോ മക്കളെ? നമുക്ക് തിരിച്ചു വേണേലും എഴുതാം. ഞാനിപ്പം വൈറ്റിനാണ് എക്സാമ്പിൾ ആണ് ഒന്ന് പറയാം, വേറൊരു രീതിയിൽ പറയുവാണ്. അതായത് നമ്മളിപ്പോൾ നിങ്ങൾ വൈറ്റിന് എക്സ് എന്ന് കൊടുത്തെങ്കിൽ, വൈറ്റ് എക്സ് കൊടുത്താൽ നിങ്ങൾ ബ്ലാക്ക് എത്ര ഉണ്ടെന്ന് എഴുതും? നമുക്കറിയാം ബ്ലാക്കിനെ കാട്ടി വൈറ്റിനെ കാട്ടി 10 more ആണ് ബ്ലാക്ക്. അപ്പൊ നമ്മൾ എന്നാ കൊടുക്കും? എക്സ് പ്ലസ് 10 എന്ന് കൊടുക്കും. കണ്ടോ, 2 കണ്ടീഷൻ മാറിയതുണ്ട്. നിങ്ങൾക്ക് ആദ്യമൊക്കെ ഇത് എഴുതാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം അവർ ഭയങ്കര പാടാന്ന് പറയുമ്പോൾ ഇതെങ്ങനെ എഴുതുന്നത്, എനിക്ക് ആർക്കൊക്കെ അറിയില്ല അങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷെ പിന്നെ ചെയ്ത് ഞാൻ പറയുന്നതിന് മുമ്പ് അവർ കണ്ടീഷൻ എഴുതി കഴിഞ്ഞിരിക്കും. അവർ ഇക്വേഷന്റെ കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞിരിക്കും. അതുപോലെയാണ് നിങ്ങളും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബ്ലാക്ക് ആണ് എക്സ് എന്ന് എടുക്കുന്നെങ്കിൽ വൈറ്റ് എത്രയായിരിക്കും? എക്സ് മൈനസ് 10. അതെങ്ങനെയാ വന്നത് മക്കളെ? എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാക്കിനെ കാട്ടി 10 കുറവാണെന്ന്. ഇനി ഞാൻ ഇപ്പൊ എല്ലാവരും ഒരുപോലെയല്ലോ എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നി വൈറ്റിന് എക്സ് വാല്യൂ കൊടുക്കാവുന്ന. അപ്പൊ ബ്ലാക്കിന്റെ വാല്യൂ അപ്പൊ എത്രയായിരിക്കണം ഞാൻ എഴുതേണ്ടത്? വൈറ്റിനെ കാട്ടി ഇപ്പൊ 10 കൂടുതലല്ലേ? അപ്പൊ എക്സ് പ്ലസ് 10. നമ്മളിപ്പോ അതിൽ ഒരെണ്ണം വെച്ചേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതങ്ങനെ വേണേലും എഴുതാം. ഇനി എന്നാ പറഞ്ഞിരിക്കുന്നത്? വേറെ എന്നാ കണ്ടീഷൻ ഉള്ളത്? ഇത്രയുണ്ട്. പിന്നെ നമുക്കറിയാം ടോട്ടൽ 100 ഉണ്ടെന്ന്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ 100 ആണെങ്കിൽ
അതായത് ബ്ലാക്കും വൈറ്റും കൂടെ കൂട്ടിയാൽ എത്ര ബീഡ്സ് കിട്ടണം? 100. അപ്പൊ ബ്ലാക്കിന്റെ എണ്ണം എത്രയാണ്? എക്സ് പ്ലസ് വൈറ്റിന്റെ എണ്ണം എത്രയാണ്? എക്സ് മൈനസ് 10. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരണം മക്കളെ? 100. കണ്ടോ കണ്ടീഷൻ പറഞ്ഞ് നമുക്കിതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് നമ്മൾ ഒരു ഇക്വേഷൻ അങ്ങ് ഉണ്ടാക്കണം. കറക്റ്റ് ആയിരിക്കണേ. അപ്പൊ ബ്ലാക്കും വൈറ്റും കൂടെ കൂട്ടിയാൽ 100 കിട്ടണം. നമ്മളിനി എന്നാ ചെയ്യും? എക്സ് കിടക്കുന്നത് എക്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെ സബ്ട്രാക്ഷൻ ആണോ നോക്കും. ഇതും പ്ലസ് എക്സ്, ഇതും പ്ലസ് എക്സ്. അപ്പം വെറും എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ടെന്നില്ലേ. അപ്പൊ 1x-ഉം 1x കൂടെ ആഡ് ചെയ്താൽ എത്രയാണ്? 2x. പിന്നെ ആര് കിടപ്പുണ്ട് ഇവിടെ? -10. അങ്ങനെ എഴുതിയേ =100. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ ഒറ്റയ്ക്കാക്കണ്ടേ. അപ്പൊ എന്നാ ചെയ്യണം? കൂടെ കിടക്കുന്നവരെല്ലാം നമ്മൾ അപ്പുറത്തെ സൈഡിൽ, അതായത് =ന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം ചെന്നിട്ട് 10 എഴുതി വെക്കണ്ട. അവിടെ ഒരാൾ കിടപ്പുണ്ട്. ആര് കിടപ്പുണ്ട്? 100 കിടപ്പുണ്ട്. അവരെ ആദ്യം അങ്ങ് എഴുതണം. മനസ്സിലായി? എന്നിട്ട് -10 അപ്പുറത്തോട്ട് പോവുക. ഇവരപ്പുറത്ത് പോകുമ്പോ എന്താകുന്ന പറഞ്ഞേ? ഇവിടെ സൈൻ മാറിപ്പോവും. -10 അപ്പുറത്ത് പോകുമ്പോ +10. അപ്പൊ എത്രയായി? 110. 100 + 10 110. ബാക്കി ഇവിടെ ചെയ്യട്ടെ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്നാ കിട്ടി? 2x = 110 കിട്ടി. നമുക്ക് എക്സ് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണ്ടേ? എക്സ് ഒറ്റയ്ക്കാക്കാൻ വേണ്ടി എന്നാ ചെയ്യണം? 110. അവിടെ കിടക്കുന്ന 110നെ ആദ്യം എഴുതി, ഇവിടെ കിടക്കുന്ന 2നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഇവിടെ 2 എന്നാ ചെയ്യുമായിരുന്നു? പറ. 2x. 2x എന്ന് പറഞ്ഞാൽ 2 × x. അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ അവർ എന്നായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. അപ്പം 110നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും മക്കളെ? പറഞ്ഞേ. ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിക്കാമല്ലോ. 2 5 × 2 10 അല്ലേ? 5 × 2 10. അപ്പൊ എത്ര കിട്ടി? എക്സ് എത്ര കിട്ടി? 55. കണ്ടോ? എക്സ് എന്ന് പറഞ്ഞാൽ 55. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഒന്ന് എഴുതിയ ഇതൊന്നും ഞാൻ മാറ്റുവാണ്. അപ്പൊ ലാസ്റ്റ് നിങ്ങൾ എന്നാ എഴുതിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്പർ ഓഫ്. Therefore, number of black bead = 55. അല്ലേ? ഇനി വൈറ്റ് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞ അനുസരിച്ച് വൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്. ബ്ലാക്ക് ബീഡ് നമ്മൾ എന്നാ കൊടുത്തത്? എക്സ് എന്നായിരുന്നു. ബ്ലാക്ക് ബീഡ് x = 55. വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നായിരുന്നു കണ്ടീഷൻ കിട്ടിയ? എക്സ് -10 ആയിരുന്നു. അപ്പം 55 - 10 = 45. കണ്ടോ? 55 45 കൂടെ കൂട്ടിയ 100 കിട്ടുകയും ചെയ്യും. നമ്മൾ ആദ്യം മെന്റൽ മാത്സ് ആയിട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയില്ലായിരുന്നു. ഓക്കെ. പക്ഷെ നമുക്ക് മെന്റൽ മാത്സ് ആയിട്ട് ചെയ്തിട്ടാൽ പോരാ. നമുക്ക് എന്തായിട്ട് ചെയ്യണം? ഇതൊക്കെ കൊടുത്തിട്ട് വേരിയബിൾസ് ഒക്കെ കൊടുത്ത് നമുക്കത് ഇക്വേഷൻ ആക്കി വേണം ചെയ്യാൻ. ഇതൊരു സിമ്പിളായിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ എക്സ് മാത്രം കൊടുത്ത് നമ്മൾ ചെയ്താണ്. കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് എഴുതണം മക്കളെ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. 2 പ്രാവശ്യം കണ്ടേ. ഇവിടെ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വൈറ്റിന് എക്സ് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യണേ. വൈറ്റിന് എക്സ് കൊടുത്തിട്ട് ബ്ലാക്കിന് അപ്പോൾ x + 10 വരും. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ഓക്കെ. ഇത് നമ്മുടെ റിവൈസ്ഡ് സ്കീമാണ്. അതായത് പുതിയ സിലബസ് ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഞാൻ മേടിച്ചു തരാം. ഓക്കെ. ഫോളോ മീ. താങ്ക് യു.